ഞങ്ങൾ അവിടേക്ക് നട്ട പാതിരാക്ക് നടന്നു പോകണമെന്നല്ലേ കല്യാണ വീട്ടിൽ കണ്ടു പോണത്. മൂത്താപ്പാൻ്റെ മകളെ 2 കുട്ടികളുടെ കല്യാണം കേട്ടോ നാളെ. ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള വണ്ടിക്കാരൊക്കെ വിളിച്ചു നോക്കിട്ടോ. അപ്പോൾ ആർക്കും ഒഴിവില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താട്ടി നടന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു കേട്ടോ. മാറത്തെ ഞങ്ങളെല്ലാവരും പോന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞോളും ഫസ്മിയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുതിയണ്ണങ്ങളും മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂൻ്റെ 2 കുട്ടികൾ. കല്യാണം നാളെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ടോ. പിന്നെ ഓലെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓലെ കൂടെ നിന്നിട്ട്. എന്ത് അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കണ തിരക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങളാ കേട്ടതൊക്കെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു കേട്ടോ. ആരെങ്കിലും കൊണ്ടുവരാൻ വരുന്ന ഇരുത്തിട്ടോ. പക്ഷേ ആരും വന്നില്ല കേട്ടോ. കാത്തിരുന്നു എന്നല്ലാതെ ആരും വന്നില്ല കേട്ടോ. അങ്ങനെ പോയ പോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും ഞങ്ങൾ നടന്നു പോകുന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങളെ രാവിലെ ഈ കല്യാണത്തിന് പോകാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷെല്ലിനൊക്കെ മാറ്റി റെഡിയാക്കുകയാണ്. ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ അല്ല കേട്ടോ, വാടകയാണ് കേട്ടോ. എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾ ഇളയച്ചളും മൂത്തച്ചളും എൻ്റെ അനിയത്തിയാണെങ്കിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് തന്നെ കേട്ടോ ഡ്രസ്സൊക്കെ ഇടുക. കോല് കയറട്ടെ തുറക്ക് ഇവിടെ സ്റ്റാൻഡേർഡ് മറക്കരുത്. ചോറ് കാണാനുള്ള അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിൽ വന്ന് കണ്ടോ. ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അവിടെ കോട്ടാപ്പാടത്ത് തന്നെയല്ലേ ഓഡിറ്റോറിയം കേട്ടോ. 2 നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് തന്നെ ഉണ്ടോ നിക്കാഹൊക്കെ. 11 മണിക്കാണ് കേട്ടോ നിക്കാഹ്. 11 മണിയായപ്പോഴേക്കിന് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്കിന് എന്നെ ചെക്കനും 2 ചെക്കന്മാരും വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എത്തിയിട്ടുള്ള നമ്മൾ ആദ്യത്തെ പരിപാടി കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിസ്തോളായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾ ഞങ്ങളൊക്കെ കുടിച്ചങ്ങനെ അകത്ത് കയറി കേട്ടോ. അങ്ങനെ അതാ പച്ചമീൻ വരും. അങ്ങോട്ട് നടക്കാം, അങ്ങോട്ട് നടക്കും. അല്ല ഞങ്ങളാരും കൊടുക്കും. ഞാൻ കണ്ടുക്കണു. ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ സ്റ്റേജിൽ നിക്കാഹൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. ഇവരെ ഒരാൾ കെട്ടിക്കണത് ഈ കോട്ടക്കൊക്കെയാണ് കേട്ടോ.
ഒരാൾ പിന്നെ ഞങ്ങളവിടെ അടുത്ത് അരിയൂർ എന്ന് പറയും, അങ്ങോട്ടുമാണ് കേട്ടോ. പിന്നെ ഈ ഇരിക്കണത് ഞങ്ങളെ കുടുംബക്കാരാണ് കേട്ടോ. അങ്ങനെ അധികം എല്ലാവരും ഒന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 11 മണിയായിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. 11 മണിക്ക് നിക്കാഹ് ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ നേരത്തെ പോകുന്നതാണ്. അങ്ങനെ രണ്ടാളുടെ നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലും മഹറിട്ടലും ഒക്കെ പാടെ തിരക്കായിരുന്നു കേട്ടോ. ഇതും അങ്ങനെ തന്നെ. അതാവൂല ആൺകുട്ടിക്ക് കണ്ടുപോണേ, ഞാനും ഇപ്പളാ കണ്ട്. അറിയില്ല, ഇല്ലല്ലോ. അല്ല എന്നാലും ഇങ്ങോട്ട് വരുമ്പോ യൂട്യൂബിലിടും, അപ്പൊ കിട്ടും. ഓള് ബ്ലോഗറാണ്. ഓള് അതിനാണ് എടുത്തു കൂട്ടറ് ഫോണിന്റെ സ്റ്റോറേജ് തത്തമ്മ. എന്റെ കുട്ടിയുടെ കാതിലൊന്നുമില്ലാത്ത രസമല്ലേ കാത്തിക്കണേ. അത് ഒരു വട്ടം കുത്തിയതല്ലേ. എന്ത് ഈ പെണ്ണുമ്മാനെ വിളിച്ചത്? ഇശലേ ഹായ് പറയൂ. ഇല്ലാന്നോ? ഹായ്. അല്ലേ ഇപ്പൊ ഫോണില്ല. മോളെ ഫോൺ മതി. ഓലെ ക്യാമറമാനാണ് അത്, ഫോണാണ് നമുക്ക്. എന്തിപ്പണ്ടായി പൂ വാങ്ങിയ അപ്പുറത്ത്
അങ്ങനെ മഹറട്ടലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കരച്ചിൽ തുടങ്ങിയിരുന്നു കേട്ടോ. നേരത്തെ വന്നത് കൊണ്ടേ കുട്ടികൾക്കൊക്കെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ആയിരുന്നു. ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ അച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിശന്നതുണ്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ ബാറ്ററിയൊക്കെ ലോ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കണ്ടപ്പോൾ എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും നല്ല ഉഷാറാണ്. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടേ പുറത്തുകൂടെ തന്നെ കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ വന്നിരുന്നിട്ടേ കുട്ടികളൊക്കെ കരയായിരുന്നു. ഉള്ളിൽ അധികം നേരം നിൽക്കൂല കേട്ടോ, പുടുത്ത മുട്ട ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തു കൂടെ ഒക്കെ നടന്ന് കുറേ ഫോട്ടോകളൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും പുതിയെണ്ണങ്ങളും ചെക്കന്മാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കായിരുന്നു കേട്ടോ. സ്റ്റേജ് കഴിഞ്ഞിട്ട് അപ്പോൾ സ്റ്റേജിൽ കയറി കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളാണെങ്കിൽ ആരും ഇല്ലാത്തോട്ട് അതിൽ കയറി നല്ല കളിയായിരുന്നു. പിന്നെ ഇത് വന്നപ്പോഴല്ലേ എന്താ ഇന്നൊന്നും ഉണ്ടാവില്ല, ഇന്നും നാളെ ഉണ്ടാവില്ല. ഇത് ഇവരുടെ ഫാമിലിയാണ് കേട്ടോ, പെൺകുട്ടികളത്. ഇവർ 8 മക്കളാണ് കേട്ടോ. 6 പെൺകുട്ടികളും 2 ആൺകുട്ടികളാണ് കേട്ടോ. അതിൽ 2 കല്യാണം മുമ്പ് കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇന്ന് നടക്കുന്നത് മറ്റേ 2 കുട്ടികളുടെ കല്യാണം. അതെ, ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറണ്ടേ.
എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായി കേട്ടോ. ഇതുവരെ അറിയാതെ ഇതിൽ ഏതോ ഒരു ചെക്കൻ്റെ ഫ്രണ്ട്സ് ഏർപ്പാടിയാക്കിയതാണ് കേട്ടോ ഈ കേക്ക്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ടേ പിന്നെ ഇവർക്ക് ഈ കേക്ക് ഷെയർ ചെയ്ത് കഴിക്കാനേ ഭയങ്കര നാണട്ടോ. പിന്നെ ഓളുടെ ഫ്രണ്ട്സൊക്കെ പാടെ ഓലോട് പറഞ്ഞ് അവിടെ നിന്നിട്ടേ അങ്ങനെ ഓല് കേക്കൊക്കെ കഴിച്ചിട്ടോ. ബാക്കി ഉണ്ടായിരുന്ന കേക്ക് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. ഇവിടെ ഈ ബാക്കിൽ ഇരിക്കണതാണ്ടോ എൻ്റെ ഇളയച്ചനും ഇളയച്ചിയും. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നോ. പുതിയണ്ണങ്ങളും ചെക്കന്മാരൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോകുന്നപ്പോഴേക്കിന് 3 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ ആകെ ക്ഷീണിച്ചതായിരുന്നു. മക്കളൊക്കെ കരഞ്ഞൊരു വാതിക്കായിട്ടുണ്ടായിരുന്നു. പോയ കോലത്തിലല്ല കേട്ടോ ഓരോന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.